ആദ്യമായിട്ട് കാണുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ കടയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ റോഡ് സൈഡിൽ നിന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെടി. ഇത് ചെടിയാണോ കാടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതിനകത്തൊരു കുഞ്ഞ് മഞ്ഞ പൂവാണ് എന്തായാലും ഉണ്ടാകുന്നത്. ഞാനപ്പോൾ അത് ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടി പറിച്ചെടുത്താണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കിനും വേറൊരു വീടിൻ്റെ വാതിലിൽ അവർ കുറേ ചെടി കട്ട് ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ അതും എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പൊതുവേ ഞാൻ വൈകുന്നേര സമയത്താണ് ഞാൻ ചെടിയൊക്കെ കുഴിച്ച് വെക്കാറ്. പിന്നീട് വീട്ടിൽ വന്നിട്ട് അതൊക്കെ കുഴിച്ച് വെക്കാൻ വേണ്ടിയുള്ള പോട്ട് തപ്പലായിരുന്നു മെയിൻ പരിപാടി. ഇത് അമ്മ ഓരോന്നൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വലിയ വലിയ ബോട്ടിൽ നോക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറേ നാളായിട്ട് ഇതൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനതങ്ങ് എടുത്തു. ഇനിയിപ്പം അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഒരംഗം ഉണ്ടാവും എന്തിനാ അതെടുത്തതെന്ന് ചോദിച്ചു. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ ഓരോ ഷേപ്പൊക്കെ വെച്ച് നോക്കി ഏത് വെച്ചാലായിരിക്കും ഭംഗിയെന്ന്. പിന്നെ ലാസ്റ്റ് വെച്ചിരുന്ന ആ ഒരു ഷേപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അങ്ങനെ മിക്ക ബോട്ടിൽസിൻ്റെ മേൽവശം ഞാൻ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റിയ സംഭവം അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ ബോട്ടം പോർഷനിലോട്ട് വെച്ച് ഒട്ടിച്ച് അങ്ങനെ ഒരു പോട്ടാക്കിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് ഈ ഒരു ബോട്ടിലിൻ്റെ അടിവശത്ത് നമ്മൾ എയർ ഹോളും കൂടി ഇടണം. അപ്പം ഞാൻ ഒട്ടിക്കാൻ വേണ്ടി എടുത്തത് ഗ്ലൂ ഗണ്ണാണ്. വേറെ പശയൊന്നും വെച്ചിട്ട് ഇത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതെല്ലാം ഒട്ടിച്ചു. കണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഗ്ലൂ ഗണ്ണ് ഒരെണ്ണം വാങ്ങിച്ച് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് വേറെയും കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊരെണ്ണം ഉണ്ടെങ്കിൽ ബെറ്ററാണ്. പിന്നെ ഞാൻ മണ്ണൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് അമ്മ മഴവെള്ളം പോകാൻ വേണ്ടി ഒരു ചാല് വെട്ടിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മണ്ണെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പൊതുവേ എൻ്റെ ചെടികൾക്കൊക്കെ ഞാൻ ആദ്യം കുഴിച്ച് വെക്കുമ്പോഴത്തേക്കിനും പ്ലെയിൻ സോയിലാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വളക്കൂറുള്ള മണ്ണാണ്. പ്രത്യേകം ഒരു വളമൊന്നും നമ്മൾ ഇടണ്ട. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ റോസയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുഴിച്ച് വെച്ചാൽ ഉടനെ നേരെ ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ട് വെക്കരുത്. ഇതേപോലെ തണലത്തെടുത്ത് വെക്കണം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ സ്നേക്ക് പ്ലാന്റ് കുഴിച്ച് വെച്ചതാണ്. പക്ഷേ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ പോട്ട് കണ്ടോ തീരെ കുഞ്ഞതായിപ്പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്തോട്ട് മാറ്റിയാൽ കുറച്ചും കൂടി വലുതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ വേരൊക്കെ ഇറങ്ങാനായിട്ടും അതിനും സുഖമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്നേക്ക് പ്ലാന്റ് ആ വലിയ പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ശേഷം അതിൻ്റെ പോട്ടിലോട്ട് പിന്നീട് ഞാൻ എടുത്തത് ഈ ഒരു ചെത്തിയാണ് കേട്ടോ. ഇത് വേറെ സൈസിൽ സാധാ നമ്മുടെ രീതിയിലുള്ളൊരു ചെത്തിയല്ല. ഇതിൻ്റെ ഇലയൊക്കെ വേറൊരു പ്രത്യേക രീതിയാണ് കേട്ടോ. പിന്നെ കുഞ്ഞ് സൈസിലെ പൂവാണ് അതിൻ്റെ റെഡ് ഓൾറെഡി എൻ്റെ വീട്ടിലുണ്ട്. ഇത് പിങ്ക് കളറിലെ ആയിരുന്നു. പിന്നീട് ഈ ഒരു ചെടി, ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് റെഡും ഗ്രീനിഷ് കളറും കൂടി കൂടിയ സൈസിലുള്ള ഒരു ഇലയാണ് കേട്ടോ. ഇതിങ്ങനെ ഇല പോലെ തന്നെയാണെന്ന് തോന്നുന്നത്. അതായത് പ്രത്യേകിച്ച് വേറൊന്നും പൂവും കായൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇലച്ചെടിയാണെന്ന് തോന്നുന്നത്. ഏതായാലും എല്ലാം കുഴിച്ച് തണലത്തൊക്കെ വെച്ച് വെള്ളവും കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന റോസയും പിന്നെ ബോഗൻവില്ലയും എല്ലാം കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ പിന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി പോട്ടിൻ്റെ അകത്ത് വെക്കുന്നില്ല, സാധാരണ ഇതേപോലെ. പിന്നെ റോസയ്ക്കും കൂടി ഒരു പോട്ട് സംഘടിപ്പിച്ചായിരുന്നു കേട്ടോ. പിന്നീട് ബോഗൻവില്ലയൊക്കെ ഓൾറെഡി നിർത്തിയിരിക്കുന്ന ഓരോന്നിൻ്റെ അകത്തോട്ട് ഞാൻ ജസ്റ്റ് കുത്തി ഇറക്കി വെച്ചതേ ഉള്ളൂ. കാരണം അത് പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും വേറെ പോട്ടിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെൻ്റെ പുതിയ ഗാർഡൻ ഏരിയ ആണ്. അവിടെ കൊണ്ടുവന്നിട്ട് ചെത്തിയൊക്കെ ഓൾറെഡി വെച്ചിരുന്ന സൈഡിലോട്ടൊക്കെ ഞാൻ എടുത്ത് കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റോസയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേൾ ഗ്രാസ് പിടിച്ചു കേട്ടോ. പിറ്റേന്ന് ദിവസം തൊട്ട് നല്ല മഴയായിരുന്നു ഗൈസ്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.